അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിജില്ലല്ലാഹ്. അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം മരിച്ച ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവസാനം പറഞ്ഞത് കടങ്ങൾ വീട്ടുകാർ ആദ്യം കടത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് വസിയ്യത്തുണ്ടെങ്കിൽ കൊടുക്കുക. വസിയ്യത്തിനെ സംബന്ധിച്ചുള്ള ചില മസാല ഞാൻ ഉണർത്തുകയുണ്ടായി. സാധാരണ ജനങ്ങളിൽ ഉള്ള തെറ്റിദ്ധാരണ അത് നീക്കേണ്ടതാണ്. ബന്ധുക്കൾക്ക് വസിയ്യത്ത് പറഞ്ഞാൽ നടപ്പിലാവുകയില്ല. കൂടാതെ 1/3 കൂടുതൽ വസിയ്യത്ത് പറഞ്ഞാലും നടപ്പിലാവുകയില്ല. ഇപ്പോൾ ഒരാൾ മരിക്കുന്ന അവസാനം പള്ളിക്ക് തന്നെ ആകെയുള്ളൊരു പറമ്പിൻ്റെ പകുതി പള്ളിക്ക് കൊടുക്കണം. 10 ലക്ഷം ഉറുപ്പ്യൻ്റെ ബാക്കിയുള്ള സ്വത്തിന് ആകെയുള്ള 5 ലക്ഷം പള്ളിക്ക് എത്തിക്കാതെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വസിയത്താവില്ല. സ്വത്തിൽ 1/3 കൂടുതൽ വസിയത്ത് പറയാൻ അവകാശമില്ല. അതായത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ധാരണയുണ്ട്. സഅദ് റളിയല്ലാഹുവിനും സഅദ് അബി വഖാസ് റളിയല്ലാഹുവിനും രോഗത്തിൽ കിടക്കുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, എനിക്ക് ഒറ്റൊരു മകളേ ഉള്ളൂ, ഞാൻ സ്വത്തെല്ലാം ആർക്കെങ്കിലും വസിയത്ത് പറയട്ടെ? നബി പറഞ്ഞു, വേണ്ട. 2/3 ഭാഗം പറയട്ടെ? വേണ്ട. 1/3 കൊടുക്കട്ടെ? പറയട്ടെ. 1/3 വസ്തുലു കസീർ, അത് തന്നെ കൂടുതലാണ്. അത് ആ 1/3 തന്നെ. അപ്പോൾ 1/3 അല്പം കുറയലാണ് നല്ലത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കാൻ തദറ വറസതക അഗ്നിയ ഖൈറും മിൻ അൻ യതകഫഫു ആല. നിൻ്റെ അവകാശികൾ, നിൻ്റെ സ്വത്തവകാശികളായ ആളുകൾ നീ ഉണ്ടാക്കി വെച്ച സമ്പത്ത് കൊണ്ട് സമ്പന്നരായി ജീവിക്കൽ, അതാണ് നിനക്ക് ഗുണം. ആ അവകാശികളായ ആളുകൾ എവിടെയെങ്കിലും പോയി യാചിച്ച് ജീവിക്കുന്നതിനേക്കാൾ. പഴയ കാലത്തൊക്കെ ചില തെറ്റിദ്ധാരണകളും മറ്റുമുണ്ട്. ഈ പള്ളി മദ്രസക്ക് പോയി കൊടുത്തതിനെ കുരു കിട്ടും. അങ്ങനെയല്ല. അത് മരിക്കുന്ന അവസ്ഥ ചില പിന്നെ മരുവക്കത്താഞ്ഞുകൊണ്ട് സാധനം നമ്മുടെ വടക്കം ഭാഗത്തിൽ ജലസത്തുണ്ടായതാണ്. മരുവക്കത്താഞ്ഞ് ഓക്കും മക്കൾക്കൊന്നുമില്ല, ഉണ്ടാക്കിയതെല്ലാം മരുമക്കൾക്ക്. ഇങ്ങനെ ചില അന്ധവിശ്വാസങ്ങളും ചില ദുഷിച്ച ആചാരങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് കൊടുക്കുന്നതിന് പള്ളി മദ്രസ പോലത്തേന് കൊടുത്താലേ പറ്റുമെന്ന്. എനിക്ക് സഅദ് റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നത്, നബിയെ, എനിക്ക് ഒരു മകളെ ഉള്ളിൻ്റെ നേരവകാശിയാണ്. അപ്പോൾ സ്വത്തവകാശി വെച്ചാൽ മക്കൾ മാത്രമല്ല, മക്കൾ ഇൻഷാ അല്ലാഹ് സ്വത്തവകാശിൻ്റെ ക്ലാസ് ഞാൻ പിന്നീട് പറയും. മക്കൾ, മോൻ്റെ മക്കൾ, എൻ്റെ അനിയൻ്റെ മക്കൾ, ജ്യേഷ്ഠൻ്റെ മക്കൾ, ഇളയപ്പാൻ്റെ മക്കൾ, ഉപ്പാൻ്റെ ഇളയപ്പാൻ്റെ മക്കൾ, ഉപ്പാപ്പാൻ്റെ ഇളയപ്പാൻ്റെ മക്കൾ, ഇതെല്ലാം അവകാശിയാണ്. അപ്പോൾ നീ സ്വത്ത് എനിക്ക് ഒറ്റൊരു മകളെ ഉള്ളൂ എന്ന് തെച്ചമ്മ കൊടുത്ത് പള്ളിക്കൊന്നും കൊടുക്കാളേണ്ട. ആ മകളെ വീതം കഴിച്ചാൽ ബാക്കി ഇളയപ്പാൻ്റെ മക്കൾക്കും മൂത്താപ്പാൻ്റെ ഓനിക്കെല്ലാം പോകും. ആ നിൻ്റെ മൂത്താപ്പാൻ്റെ ജ്യേഷ്ഠൻ ഇളയപ്പാൻ്റെ ഒരു മകൻ ആ സ്വത്ത് കൊണ്ട് ജീവിച്ച് അതുകൊണ്ട് വീടെടുത്ത് താമസിക്കൽ, ഓനാ പൈസ കൊണ്ട് ഓൻ്റെ 4 പെൺകുട്ടികളെ കെട്ടിക്കൽ, അത് നിനക്ക് ഹൈറാണ്. നാം ഒരു വസന്തം പറമ്പിൽ 4 തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷം മക്കൾ ആ തെങ്ങിൻ്റെ തേങ്ങ വെച്ച് ഉപകരിക്കുന്നതും അതിൻ്റെ കൂലി അവർക്ക് കിട്ടുന്ന കാര്യം തന്നെയാണ്. മക്കൾക്ക് ഉണ്ടാക്കി വെക്കലും ദോഷമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് സ്വത്ത് വസിയത്ത് പറയുന്ന സുന്നത്താണ്. അവൻ ചില ഈ അന്ധവിശ്വാസക്കാരായ ആളുകൾ ഉള്ളത് എച്ചും എത്തിങ്കാനും പള്ളിക്കെന്നും കൊടുക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു, സ്വത്ത് വസിയത്ത് സുന്നത്താണ്, 1/3 കൂടുതൽ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ്